ഹലോ എവ്രി വൺ. നിങ്ങൾ നിങ്ങളുടെ 20s അല്ലെങ്കിൽ ഒരു ഏർലി 30s ഉള്ള ഒരു വ്യക്തിയാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പൈസ ഒന്നും നീക്കി വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 കാര്യങ്ങളാണ്. അതായത് കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്രെഡിറ്റിനെ റിലേ ചെയ്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോണും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും അനാവശ്യമായിട്ടുള്ള ബൈങ്ങും. ഇപ്പം ഒരു പേ സ്ലിപ്പ് ടു പേ സ്ലിപ്പ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാരുടെയും ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മന്ത് സാലറി കിട്ടുന്നു, തുടക്കത്തിൽ ഒരു 15 ദിവസത്തിൽ തീരുന്നു, പിന്നെ മുമ്പോട്ടേക്കും ആ ഒരു സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് മാറ്റി വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ റിപ്പീറ്റഡ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഇതിനെപ്പറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി തീരെ അറിയില്ലാത്തവർക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കേൾക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എന്തായാലും ആരും ഡിസപ്പോയിന്റഡ് ആവില്ല. ഓക്കെ. അപ്പം 4 കാര്യങ്ങളായിരിക്കും ഞാൻ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളതാണ്. പിന്നീട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ എന്തുകൊണ്ട് അത് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമതായിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് നാലാമതായിട്ട് ഇത് എങ്ങനെ ചെയ്യാം. ഓക്കെ, ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഞാൻ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചിലപ്പം ഒരു FD ഇടുന്നുണ്ടാവും. പക്ഷെ FD എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 6 to 8% ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയാ, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6% ഒക്കെ എല്ലാ പ്രതിവർഷം വരാറുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് അതിന് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 10 രൂപയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിലേക്ക് വരുമ്പോൾ അതിനൊരു 6% ഇൻക്രീസ് ഉണ്ടാവും. സോ നമ്മുടെ കയ്യിൽ ഇന്ന് 10 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് അടുത്ത കൊല്ലം ആ സെയിം പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂ ശരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 6% മുകളിലെങ്കിലും ഇൻട്രസ്റ്റ് അവിടെ നിന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്കൊരു ലാഭം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് മെത്തേഡ്സ് അല്ലാതെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, നമ്മുടെ കയ്യിലുള്ള പൈസ ഒരു അസറ്റിലേക്ക് നമ്മൾ ഇടുകയാണ്. ഓക്കെ, അസറ്റിലേക്ക് ഇടുന്ന സമയത്ത് ഈ പൈസ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം. ഓക്കെ, നമുക്ക് ഇപ്പൊ 1 ലക്ഷം രൂപ ഞാൻ എന്തെങ്കിലും ഒരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് നല്ലൊരു റിട്ടേൺ എല്ലാ വർഷവും കിട്ടുകയാണ്. ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. അപ്പം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എന്താ പറയാ, ഒരു ലോങ്ങർ ടൈം പീരീഡിൽ ഈ വെൽത്ത് ഗ്രോ ചെയ്യും. ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഓവർ എ ടൈം പീരീഡ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അപ്പൊ നമുക്ക് വലിയൊരു ഫണ്ടായിട്ട് നാളെ അത് മാറുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ അസറ്റ്സിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നമുക്ക് സ്റ്റോക്സിൽ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ കമ്പനികളുടെ ഷെയർ ആണ്, ഓഹരി എന്ന് പറയും, അല്ലെങ്കിൽ കമ്പനികളുടെ ഓണർഷിപ്പ് എന്ന് പറയും. അപ്പം ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നതിൽ നമുക്കിപ്പോ ഒരു കമ്പനിയുടെ പാർട്ട് ഓണർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും ഷെയറിന്റെ വാല്യൂ കൂടും, അതുപോലെ തന്നെ നമുക്ക് ഡിവിഡന്റ് കിട്ടും. ഈ രണ്ട് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ റൈറ്റ് സ്റ്റോക്സ് പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഗ്രോത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസ്ക്കും ഹൈ ആയിരിക്കും. പിന്നെ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കുകൾ തന്നെ, പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ നമ്മൾ ഒരുമിച്ച് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം ബേസിക്കലി. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. അതായത് മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും നമ്മളുടെ ഫണ്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറയാ, എല്ലാ മാസവും ഒരു 5000 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ 5000 രൂപ പല പല സ്റ്റോക്കുകളിലേക്കായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ തലവേദന എടുത്തു അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫണ്ട് വേറെ ആൾ മാനേജ് ചെയ്യും, നമുക്കൊരു ആ, മോശമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് നിങ്ങൾക്ക് അറിയാം, എല്ലാ രാജ്യവും ഏറ്റവും റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു അസറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റൽ ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഗോൾഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഡിമാൻഡ് മുമ്പോട്ടേക്ക് പോകുമ്പോഴെപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് ആസറ്റ് ആണ് നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം അതിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാലും ഇനി മുമ്പോട്ടേക്ക് അത് കൂടാൻ തന്നെയുള്ള സാധ്യതയായിരിക്കും എപ്പോഴും ഉള്ളത്. ഓക്കെ, നാലാമത് വരുന്നതാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം,
നമ്മുടെ ചുറ്റുമുള്ള എന്താ പറയാ ലാൻഡിന്റെ വാല്യൂ ഒക്കെ ഓവർ ടൈം പീരീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വലിയ ഫണ്ട് വേണ്ടേ എന്നുള്ളൊരു തോട്ടായിരിക്കും നമുക്ക് വരിക. പക്ഷെ വളരെ ചെറിയ രീതിയിൽ തന്നെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മളുടെ കാശ് നമ്മളൊരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ അസറ്റ് അല്ലെങ്കിൽ ആ പൈസ അവിടെ കിടന്ന് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, അത് ഗ്രോ ചെയ്യുന്നു ഓരോ ടൈം പീരീഡ്. ഇതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്രത്തോളം കാലം ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു, നമ്മൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിന്റെ വാല്യൂ ഒരു ഇയർലി 2000s ഇൻവെസ്റ്റ് ചെയ്ത ഒരാള്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്ക് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ലാഭം കിട്ടിയിട്ടുണ്ടാവും. അപ്പം 2000 എന്ന് പറയുന്ന ഒരു ഇയറിൽ വാങ്ങി 2001 വിൽക്കുകയാണെങ്കിൽ ചെറിയൊരു മാർജിൻ ആയിരിക്കും കിട്ടുക. പക്ഷെ ഓവർ എ ടൈം പീരീഡ് നോക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ എന്താ പറയാ കോമ്പൗണ്ടഡ് ആവും അതിന്റെ വാല്യൂ. ഇപ്പം കുറച്ചും കൂടെ ഒരു ബെറ്റർ എക്സാമ്പിൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് SIP കാര്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതൊരു കോമ്പൗണ്ട് കാൽക്കുലേറ്റർ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു 5000 റുപ്പീസ് ഇടുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആനുവലി നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഒരു 12% ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ആവറേജ് നമുക്ക് കിട്ടുന്ന ഒരു CAGR എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 12% ആണ് മ്യൂച്വൽ ഫണ്ടിൽ. ആൻഡ് കോമ്പൗണ്ട് ഫ്രീക്വൻസി ഞാൻ ഇയർലി ഇടാണ്. ആൻഡ് നമ്മളൊരു 25 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക 5000 രൂപ വെച്ചിട്ട്. എല്ലാ മാസവും 5000 രൂപ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 15,50,000 രൂപയാണ്. ഓക്കെ, ആൻഡ് അത് 86 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കി നോക്കാം. അതായത് ആദ്യത്തെ മാസം നമ്മൾ 5000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 1 ഇയർ കഴിയുമ്പോൾ ടോട്ടൽ 60,000 ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് അതിന് 4,500 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ വാല്യൂ എന്താ പറയാ ഒരു 69,500 രൂപയിലേക്ക് അവിടെ കൂടുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ കൂടെ അഡീഷണലി ആ ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂ കൂടെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് കാണാൻ പറ്റും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂവിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഒരു 20 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 20+25 ഒരു 45 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഈ ഒരു ഫണ്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നേരെ മറിച്ച് ഒരു 30s സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു ഫണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നല്ലെങ്കിൽ ആ ഒരു സെയിം ടൈം പീരീഡിൽ എത്തണമെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടേണ്ടി വരും, ഒന്ന് ഡബിൾ ആക്കേണ്ടി വരും ചിലപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ കൂടുതൽ ടൈം പീരീഡ് ഇപ്പം 30s സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 55 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ എത്ര മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ ഒരു 3 കൊല്ലത്തിൽ തന്നെ അത് വിഡ്രോ ചെയ്യാണ്. വിഡ്രോ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നതും വളരെ ചെറുതായിരിക്കും. പക്ഷെ പേഷ്യന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പേഷ്യൻസ് ആണ്. പേഷ്യൻസോട് കൂടി ഒരു ലോങ്ങർ ടൈം പീരീഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള സ്ട്രഗിള് നമുക്ക് ഭാവിയിൽ ഉണ്ടാവാതെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സ്മോൾ എമൗണ്ട്സ് ഗ്രോ ബിഗ് ഓവർ ഡെക്കേഡ്സ്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. പേഷ്യൻസ് ആണ് അവിടെ വേണ്ടത്. പെട്ടെന്ന് ഒന്നിട്ട് രണ്ടുണ്ടാക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ആൾക്കാർക്ക് ഉള്ളത്. പക്ഷെ അതല്ല, നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. പിന്നെ ഇത്രയും തന്നെ ഉള്ളൂ. ലെസ് സ്ട്രെസ് ലീഡർ ഇൻ ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ആ ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരികയാണ്, പേഷ്യന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഭൂരിഭാഗം പേരും ഫോക്കസ് ചെയ്യാത്ത 2 കാര്യങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും? ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഒരു 25 കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ ഈ സംഭവം കട്ട് ഷോർട്ട് ചെയ്യുക. കാരണം എനിക്ക് പെട്ടെന്ന് ഒരു അർജൻസി വന്നു. അപ്പൊ ഞാൻ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ആ ഒരു വാല്യൂ അവിടെ ഇല്ലാണ്ടായില്ലേ? ഓക്കെ, ഒരു പർപ്പസ് ഇല്ലാണ്ടായി ഞാൻ അത്രയും നാൾ പേഷ്യന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് രണ്ട് സംഭവിക്കാണ്ടിരിക്കാനായിട്ട് മെയിൻലി ഒരാളുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ടുവരാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്രൈവറ്റ് ജോബിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ
എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ജോലി പോയി കഴിഞ്ഞാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം, കടം വാങ്ങാതെ. ലൈക്ക് നെക്സ്റ്റ് ജോബിലേക്ക് നോക്കുന്ന സമയത്ത് സർവൈവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ. ആ ഫിക്സ്ഡ് എക്സ്പെൻസ് ഇൻടു 6 months, അപ്പൊ 6 മാസം സർവൈവ് ചെയ്യാനുള്ള ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഫണ്ടായിട്ട് തന്നെ, അവിടെ അത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ ഇട്ടാലും മതിയാവും. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ KSFE-ലൊക്കെ സുഗമാന്നൊക്കെ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു SB ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ ചെലവായി പോകുന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം ആ രീതിയിൽ ഒരു 6 months എക്സ്പെൻസ് എന്ത് ചെയ്യുക, എമർജൻസി ഫണ്ട് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കാരണം ഒരു അസുഖം വന്നാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് നമ്മുടെ ഫാമിലി എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ മാത്രമാണ് ലൈക്ക് മെയിൻലി ഏൺ ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുവാണ്. ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം വന്നു, അപ്പം നമ്മളൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് പോരും, നമ്മൾ പെട്ടെന്ന് ഒരു കടക്കെണിയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തു വെക്കുക. അതൊരു എക്സ്പെൻസ് ആയിട്ട് പലർക്കും തോന്നിയേക്കാം, പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം എന്തായാലും. അപ്പം ഹെൽത്ത് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും മനസ്സിൽ വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ. ഇനി ബേസിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് നമ്മുടെ മെയിൻ കോർ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ. ഫസ്റ്റ് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, നമുക്ക് SIP ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. SIP ആയിട്ട് നമുക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റോക്സിൽ നമുക്ക് അധികം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ്ട് തന്നെ ഒരു ബെറ്റർ ഫണ്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് ചൂസ് ചെയ്യുക. അതായത് Nifty 50 എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഒരു പ്രധാന ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ പ്രോമിനന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. അതിന്റെ ഇൻഡെക്സ് ആണ്. അതായത് അതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് കമ്പനികളുടെ ഒരു ഒരു നമ്പർ ആണ് വരുന്നത്, ഒരു വെയിറ്റഡ് ആവറേജ് ആണ്, ഒരു നമ്പർ ആണ് Nifty 50 എന്ന് പറയുന്നത്. അപ്പം ഈ 50 കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് Nifty 50-യുടെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 50 കമ്പനികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കറിയാം ഇന്ത്യ മുമ്പോട്ടേക്ക് ഇനി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ഉള്ള ടോപ്പ് 50 കമ്പനീസ്, ഇപ്പൊ റിലയൻസ്, HDFC ബാങ്ക്, SBI, ഇൻഫോസിസ്, TCS, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേരുകളൊക്കെ. അപ്പം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു 50 കമ്പനി ഒരെണ്ണം അണ്ടർ പെർഫോം ചെയ്യാണ്, ആ കമ്പനീനെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു കമ്പനി അവിടെ റീപ്ലേസ് ചെയ്യും അതിനെ. അപ്പൊ എപ്പോഴും അതൊരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഫണ്ടായിരിക്കും Nifty 50 ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടില്ല, പക്ഷെ ഒരു സ്റ്റേബിൾ റിട്ടേൺ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം, ഒന്ന് വെയിറ്റ് ചെയ്യാൻ എല്ലാവരും. പിന്നെ സെക്കൻഡ് വൺ ഗോൾഡ് ETF ആണ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പൊ ഈ ഗോൾഡിൽ നമ്മൾ ഫിസിക്കലി പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തര. കോയിൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ ഒരു 29% 30% പണിക്കൂലിയൊക്കെ വരും. അപ്പൊ ഞാനിപ്പോ ഒരു ജ്വല്ലറി പോയിട്ട് ഒരു 2 പവന്റെ എന്തെങ്കിലും ഗോൾഡ് എന്തെങ്കിലും മാല എന്തെങ്കിലും വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ തന്നെ അത് കൊണ്ടുവന്ന് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പണിക്കൂലി കട്ടായിട്ടുള്ള ഫണ്ടാണ് എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗോൾഡിൽ കുറച്ചും കൂടെ സേഫ് ആയിട്ട് വിത്ത് ബെറ്റർ ലിക്വിഡിറ്റി, അതായത് പെട്ടെന്ന് നമുക്ക് സെല് ചെയ്യണമെങ്കിൽ സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ETFs ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ബാസ്ക്കറ്റ് ആണ് ബേസിക്കലി. ഓക്കെ, ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ആണ്. ഇപ്പം ഈ ETF പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഇവരുടെ കയ്യിൽ ഗോൾഡ് റിസർവ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഗോൾഡ് റിസർവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും, പബ്ലിക് ഇത് ബൈ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ കുറെ പേര് ഇത് ബൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവര് പരസ്പരം സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് മാറും. അപ്പൊ പരസ്പരം ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബെറ്റർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഗോൾഡ് നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു റിസ്ക്കും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഗോൾഡിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ നമുക്ക് ETFs ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയട്ടെ, അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇതൊരു ഡെറ്റ് ഫണ്ട് ആണ്. ഇതിനെ രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ സേഫ് ആണ്. കാരണം ഇവിടെ നമുക്ക് ഒരു സ്റ്റേബിൾ ഇൻകം ഉറപ്പാണ്. അതായത് FD പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 7.1% ഇൻട്രസ്റ്റ് പെർ ആനം ആയിരിക്കും. ഈ പോസ്റ്റ് ഓഫീസ് ഫണ്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ഒരു സർട്ടൻ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് എത്ര കൊല്ലത്തേക്കാണ് ഡ്യൂറേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു 15 ഇയേഴ്സ് ഒക്കെ നോക്കുക, അല്ലെങ്കിൽ 20 ഇയേഴ്സ് ഒക്കെ നോക്കുക. എല്ലാ മന്തും നമ്മൾ ഒരു സർട്ടൻ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് 7.1% ആനുവലി ഇൻട്രസ്റ്റ് കിട്ടും. അതവിടെ കോമ്പൗണ്ട് ആയിക്കോളും. നമുക്ക് എന്താ പറയാ, ഒരു
15 അല്ലെങ്കിൽ 20 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു സർപ്ലസ് ഫണ്ട് കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ അവിടെ സേഫ് ആണ്. അവിടെ എന്തായാലും ഒരു ഡീഗ്രോത്ത് വരില്ല, നമുക്ക് എന്തായാലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇത് മൂന്നാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 25,000 ആണ് നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5,000 അതിൽ നിന്ന് ചെയ്യാം, ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒത്തിരി കടമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കടം ആദ്യം തീർക്കാൻ നോക്കുക, എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുക? അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ടിലും ഗോൾഡിലും അതുപോലെ PPF-ലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. 60%, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 60% നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു 40% എന്ത് ചെയ്യുക? ഒരു ഗോൾഡ് ETF-ലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഗോൾഡ് ETF എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഗോൾഡ് ബീസ് എന്നാണ് അതിന്റെ പേര്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. 40% എന്ന് പറഞ്ഞാൽ 1,500 രൂപ ഗോൾഡ് ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് PPF-ലേക്ക് ഒരു 20%, അതായത് 500 രൂപ നിങ്ങൾക്ക് എല്ലാ മന്തും ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ടും ഗോൾഡ് ETF-ഉം നമുക്ക് ഗ്രോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ത്രൂ ഒരു ബ്രോക്കറാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ഗ്രോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഗ്രോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മണി ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടും അതുപോലെ ഇപ്പൊ ഈ പറയുന്ന ETF-ഉം സ്റ്റോക്കുകളൊക്കെ ഡിജിറ്റലി സ്റ്റോർ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട്, പിന്നെ നമുക്ക് ഒരു വീഡിയോ വെരിഫിക്കേഷൻ, ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് കിട്ടും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആധാറിലും പാനിലും ഒക്കെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം, ബാങ്ക് അക്കൗണ്ടിലും. ഇത്രയും കാര്യങ്ങളുള്ളൂ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ PPF നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ത്രൂ ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ ബാങ്കിങ് ആപ്പിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ഡയറക്ട്ലി PPF കിട്ടും, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. എല്ലാ മന്തും ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും. മ്യൂച്വൽ ഫണ്ടും അങ്ങനെ തന്നെയാണ്. ETF നിങ്ങൾക്ക് വേണമെങ്കിൽ SIP ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യുക. ഈ പ്ലാറ്റ്ഫോംസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സെറോദയോ അല്ലെങ്കിൽ ഗ്രോയോ പേടിഎം മണിയോ. ഗ്രോ ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, പിന്നെ PPF എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ബാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ത്രൂ നിങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റും. ഗോൾഡ് ബീസ് നമുക്ക് ഗ്രോ ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഗ്രോ പ്ലാറ്റ്ഫോം നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഗ്രോ എടുത്ത് നിങ്ങളൊന്ന് സൈൻ അപ്പ് ചെയ്യുക ഇവിടെ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാനൊരു ഇൻഡെക്സ് ഫണ്ട് സെർച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാ വേണ്ടതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50. ഓക്കെ, അപ്പൊ ഇവിടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് നവീൻ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് വന്നിട്ടുണ്ട് UTA. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്റ്റാർട്ട് SIP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഈ പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക, ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഈ അത് സെർച്ച് ചെയ്യുക, സ്റ്റാർട്ട് SIP കൊടുക്കുക. പിന്നെ നമുക്ക് നോർമലി പേയ്മെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കൊരു മാൻഡേറ്റ് കൊടുക്കാനായിട്ട് ഒരു ഓട്ടോ മാൻഡേറ്റ് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മുടെ ഈ ഓട്ടോ ഡെബിറ്റ് ആയി തന്നെ ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി അതുപോലെ ഗോൾഡിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഫീസ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് ഫീസ്. അപ്പൊ ഇതൊന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 82 രൂപയാണ് ഒരു സിംഗിൾ ക്വാണ്ടിറ്റിയുടെ റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഒരു അലോക്കേഷൻ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ PPF ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാങ്കിങ് ആപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കണക്ട് ചെയ്യാം. ഞാൻ എന്തായാലും എന്റെ എന്താ പറയാ ഡീറ്റെയിൽസും കൂടെ നമ്പറും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ടാവും. സോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ PDF കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളോ ഒന്നും അല്ല. ജസ്റ്റ് ഒരു അവയർനെസ്. കാരണം എല്ലാവരും ഇത് ജീവിതത്തിൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. എന്തായാലും
ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കണ്ട് എല്ലാവരും എത്ര വേഗം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ബൈ.